ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ പാർട്ടി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നമുക്ക് ഫ്ലൈറ്റ് മിസ്സായി. അങ്ങനെ നമ്മൾ തിരിച്ച് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരിടത്ത് റൂം എടുത്ത് ഇപ്പം എന്താണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മളങ്ങനെ ആയാലും അടുത്ത ഫ്ലൈറ്റ് നോക്കുന്നുണ്ട്. റേറ്റ് എപ്പോഴാണോ കുറഞ്ഞത് അപ്പോൾ നമ്മൾ എടുക്കുന്നതാണ്. ഫർദറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ രാവിലെ തൊട്ടടുത്തുള്ള അടുത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഹോട്ടലിൻ്റെ താഴത്തുള്ള റിസപ്ഷൻ. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. ഇതാണ് നമ്മൾ ഇറങ്ങുമ്പോൾ പുറത്തുള്ള വ്യൂ. ഇവിടെ അത്യാവശ്യം ഒരുപാട് കാറുകളുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നവരെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകും. പിന്നെ അടുത്ത് ഒരുപാട് മെക്കാനിക് ഷോപ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് വണ്ടികളാണ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും മലയാളീസാണ്. കൂടുതലും പുറത്തുനിന്നുള്ള മലപ്പുറം, കോഴിക്കോട് അവിടെ നിന്നുള്ള മലയാളീസാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവും. നമ്മൾ രാവിലെ 2 ദോശ പറഞ്ഞു. പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞത്, പക്ഷേ ഇത് മസാല ദോശയുടെ 2 കൊണ്ടുവന്നത്. അങ്ങനെ ഗായ്സ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ തിരിച്ച് സൈഡിൽ കൂടെ നടന്നു പോകുന്ന ഹോട്ടലിലോട്ട് പോകുന്ന വഴി. ഇവിടെ അത്യാവശ്യം മലേഷ്യൻ ഗവൺമെൻറ് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് വാക്ക് ചെയ്ത് അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോകാൻ പറ്റുന്ന എല്ലാം സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സൂപ്പർ വ്യൂ ആണ് ഇവിടെ. 2 സൈഡിലും ഇവിടെ 2 റോഡുണ്ട്. 2 സൈഡിലും ഫുള്ള് തിക്ക് ഫോറസ്റ്റ് പോലാണ്. ഫുള്ള് മരങ്ങൾ വെച്ച് പിടിച്ച്, അതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഇടയ്ക്ക് നല്ല മഴയും കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളായിട്ട് ചായ പറഞ്ഞു. ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മുട്ടയൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചേക്കും. അത് കോംപ്ലിമെൻ്ററി അല്ല, നമുക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. എനിക്ക് തോന്നുന്നു 1.5 റിങ്കറ്റ് 2 റിങ്കറ്റാണ് വില വരുന്നത്. അങ്ങനെ നമ്മൾ ചായ പറഞ്ഞത്, ചായ വന്നു. ഞങ്ങൾ ചായ കുടിക്കുന്നതാണ്. ഫ്രണ്ടിൽ കണ്ടോ മുട്ട ഇരിക്കുന്നത്? ആ മുട്ടയാണ് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പക്ഷേ പൈസ കൊടുക്കണം, കോംപ്ലിമെൻ്ററി ആണെന്ന് വിചാരിക്കല്ലേ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചപ്പാത്തിയും ബീഫ് കറിയാണ് പറഞ്ഞത്. മലയാളീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രീതിയിൽ പറയാൻ പറ്റും. അതാണ് വലിയൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലെല്ലാം കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തിരിച്ച് നടക്കുവാണ്. സൂപ്പർ വ്യൂ ആണ് ഇവിടെ. ഇതിപ്പോൾ ഒരു വൈകുന്നേരമായി കാണും. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളങ്ങനെ തിരിച്ച് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഒരുപാട് മങ്കീസ് ഇവിടെ ഉണ്ട്. അതും നമ്മുടെ അവിടുത്തോട്ടുള്ള ചെറിയ ചെറിയ സൈസുകളാണ്. ഒരു വെറൈറ്റി ഉണ്ട് കാണാൻ. ഇതിൻ്റെ ഷീറ്റിൻ്റെ മണ്ടയിലെല്ലാം കുരങ്ങന്മാരായിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നമ്മുടെ അവിടുത്തേക്കാട്ടി ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടുതലാണ് അവർക്ക്. ഭയങ്കര ക്യൂട്ട്നെസ് ആണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ, ഓഫീസ് വിടുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ റൂമിലോട്ട് വന്നു. ഇതാണ് അമ്പാൻ ഭാര്യയായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.